സ്വാഗതം ഇന്നത്തെ അപ്ഡേറ്റിലേക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച ബോളിവുഡ് ഫിലിമായ കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ് ഇന്ന് റിലീസായി. കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ മുഖ്യ നടൻ അക്ഷയ് കുമാറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നുണ്ടായ നിയമ പോരാട്ടത്തിൽ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന സി ശങ്കരൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സംഭവിച്ചത്. 1919 മാർച്ചിൽ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു അന്ന് ജാലിയൻ വാലാബാഗിൽ നടന്നത്. റൗലറ്റ് ആക്ട് പ്രകാരം ഏതൊരു ഇന്ത്യക്കാരനെയും നിരുപാധികം അറസ്റ്റ് ചെയ്യുവാനും വിചാരണ കൂടാതെ തടവിൽ വെക്കുവാനുമുള്ള അനുമതി ബ്രിട്ടീഷ് സർക്കാരിന് കൈവന്നു. ഇതിനെ ചോദ്യം ചെയ്ത് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ രംഗത്തിറങ്ങി. പഞ്ചാബിലെ സ്വാതന്ത്ര്യ സമര സേനാനികളും കോൺഗ്രസിൻ്റെ നേതാക്കളുമായിരുന്ന ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന സമ്മേളനം. സമ്മേളന ദിവസം യാതൊരു പ്രകോപനവുമില്ലാതെ ബ്രിട്ടീഷ് സേന അങ്ങോട്ട് കയറി വരികയും തുരുതുര വെടിവെക്കുകയും ചെയ്തു. 10 മിനിറ്റോളം നീണ്ട ഈ വെടിവെപ്പിൽ 1000-ലേറെ ഇന്ത്യക്കാർ കൂട്ടമായി കൊല ചെയ്യപ്പെട്ടു. അന്ന് കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം യഥാർത്ഥത്തിൽ 1000-ന് മുകളിലായിരുന്നു. ബ്രിട്ടീഷ് രേഖകളിൽ 379 എന്നു മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മായ്ക്കപ്പെടുവാൻ സാധിക്കാത്ത ഈ ജാലിയൻ വാലാബാഗ് സംഭവം നടന്നതിൻ്റെ 106-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഫിലിമിൻ്റെ റിലീസ് നടന്നിരിക്കുന്നത്.